നമ്മുടെ ന്യൂട്രലിൽ നിന്നും ലിറ്റ് സ്വിച്ചിലോട്ട് പോകുന്ന വയർ, ലിറ്റ് സ്വിച്ചിൽ നിന്നും തിരിച്ച് സ്പിൻ ടൈമറിലോട്ട് പോകുന്നൊരു വയർ, പിന്നെ സ്പിൻ ടൈമറിൽ നിന്ന് തിരിച്ച് വരുന്നൊരു വയർ, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ 4 വയറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ 4 വയറാട്ടോ അത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിട്ടുള്ളത് വാഷിംഗ് മെഷീൻ്റെ സർക്യൂട്ട് ഡയഗ്രവുമായിട്ടാണ്. വാഷിംഗ് മെഷീൻ്റെ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെയാണ് നമ്മുടെ സപ്ലൈ പാർട്ട് വരുന്നത്. ഫേസ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, എർത്ത് ഉണ്ട്. എർത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഇത് സ്പിൻ മോട്ടറാണ്, ഇത് വാഷ് മോട്ടറാണ്. സ്പിൻ മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പിൻ ടൈമർ ഉണ്ട്. വാഷ് മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ് ടൈമർ ഉണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷൻ നോക്കുകയാണെങ്കിൽ സ്പിൻ മോട്ടറിലോട്ട് എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇതൊരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പം ഇത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല, അതുകൊണ്ടാണ് ഇവിടെ കപ്പാസിറ്റർ കൊടുത്തിട്ട് അഡീഷണൽ ഫേസ് ഷിഫ്റ്റ് കൊടുത്തിട്ട് ഒരു അഡീഷണൽ സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റണ്ണിങ് വൈൻഡിങ് ആണ്, R എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ്, S എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കോമൺ വരും. റണ്ണിങ് വൈൻഡിങ്ങിൻ്റെയും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെയും ഇടയ്ക്കായിട്ട് സ്റ്റാർട്ടിങ് വൈൻഡിങ് സീരീസ് ആയിട്ട് ഒരു 5 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫേസ് വയർ കണക്ട് ചെയ്തിട്ടുള്ള 5 ആംപിയർ ഫ്യൂസ് വഴി ഈ സ്പിൻ മോട്ടറിൻ്റെ റണ്ണിങ് വൈൻഡിങ്ങിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു ലിഡ് സ്വിച്ചും ടൈമറുമായി സ്പിൻ ടൈമറുമായി കോമണിലോട്ട് ന്യൂട്രലിന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആവുന്നത്. അതേസമയം വാഷ് ടൈമറിലോട്ട് വരികയാണെങ്കിൽ വാഷ് ടൈമറിൽ നമുക്കറിയാം ഇത് റണ്ണിങ് വൈൻഡിങ്, ഇത് സ്റ്റാർട്ടിങ് വൈൻഡിങ്, കോമണിലോട്ട് ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഡയറക്റ്റ് ന്യൂട്രൽ കോമണിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. റണ്ണിങ് വൈൻഡിങ്ങിൻ്റെയും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെയും ഇടയ്ക്ക് ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. പിന്നെ റണ്ണിങ് വൈൻഡിങ്ങിൽ നിന്നും സ്റ്റാർട്ടിങ് വൈൻഡിൽ നിന്നും ഒരു കണക്ഷൻ എടുത്തിട്ട് അത് വാഷ് ടൈമറിലോട്ട് കണക്ട് ചെയ്യുക ചെയ്യാം. അപ്പോൾ വാഷ് ടൈമറിലോട്ട് ഫേസ് വയർ വരുന്നുണ്ട്. പിന്നെ ഈ വാഷ് ടൈമർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വാഷ് ടൈമർ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക ചെയ്യുക. അപ്പോൾ ഫേസ് വയർ ഒരു സൈക്കിളിൽ റണ്ണിങ് വൈൻഡിങ്ങുമായിട്ടായി കണക്ഷൻ വരിക. അപ്പോൾ മോട്ടർ ഫോർവേഡ് കറങ്ങും. പിന്നെ ഫേസ് വയർ ഈ ടൈമർ എന്ത് ചെയ്യും, ഇവിടെ സ്വിച്ച് ചെയ്തിട്ട് കണക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫേസ് വയർ സ്റ്റാർട്ടിങ്ങുമായിട്ടായിരിക്കും കണക്ഷൻ വരിക. അപ്പോൾ മോട്ടർ റിവേഴ്സിൽ കറങ്ങും. കൂടുതൽ മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്ററിന് യൂസ് ചെയ്യുക. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ നിയർലി 10 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ ഹോൾ സർക്യൂട്ട് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ബസർ കൂടെ ഉണ്ട്. നമ്മുടെ ഒരു ബസർ കൂടെ ഉണ്ടാവും. ഈ വാഷ് ടൈമറിൽ നിന്ന് 2 വയർ വെച്ചിട്ട് ബസറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ടൈമർ ക്ലോസ് ആകുന്ന സമയത്ത് നമുക്കൊരു ബസിങ് സൗണ്ട് വരുന്നത് ഈ ബസർ വഴിയാണ്. നമുക്ക് ഈ വാഷിംഗ് മെഷീൻ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് വരുന്നതെന്നുള്ളത്. ഫുൾ വയറിങ് സർക്യൂട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സപ്ലൈ പ്ലഗ് ആണ്. ഫേസിൻ്റെ ന്യൂട്രലുണ്ട്, ഇതിന് എർത്തും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലഗിൽ നിന്ന് പോകുന്ന 3 കണക്ഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇത് ഫേസ് ആണ്, കണ്ടോ, ഈ ബ്ലാക്ക് ന്യൂട്രലാണ്, അതുപോലെ ഈ ഗ്രീന്, ഈ 3ആണ് ഈ വയറിന് വരുന്നത്. കണ്ടാവും, ഇത് ഫേസ്, ഇത് ന്യൂട്രല്, ഇത് എർത്ത്. ഓക്കെ, ഇനി ഫേസ് വയറിന് പീസ് ആയിട്ട് ഞാൻ 5 ആംപിയറിൻ്റെ ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ഇതാണ് 5 ആംപിയറിൻ്റെ ഫ്യൂസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാർട്ട് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. ഈ ഒരു പാർട്ട് ഫേസായി ന്യൂട്രലായി എർത്ത് മാർക്ക് ചെയ്തിട്ട് തന്നെ കാണിച്ചു. ഇവിടുന്ന് 5 ആംപിയറിൻ്റെ ഫ്യൂസ് പോകുന്നത് എനിക്ക് ഞാൻ കാണിച്ചു. ഇനി നമുക്ക് 2 മോട്ടറും ഈ പറഞ്ഞ ടൈമറിലോട്ടുള്ള കണക്ഷൻ നോക്കാം. ഇതാണ് സ്പിൻ മോട്ടർ. ഓക്കെ, സ്പിൻ മോട്ടറിൽ 3 വയറ് കാണിച്ചു തരാം. ഒന്ന് സ്റ്റാർട്ടിങ് വൈൻഡിങ്, ഒന്ന് റണ്ണിങ് വൈൻഡിങ്, ഒന്ന് കോമൺ. ഓക്കെ, അതേപോലെ ഇവിടെ കപ്പാസിറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയും. കപ്പാസിറ്റർ എന്താ വെച്ചാൽ കോമൺ ആയിരിക്കും, പക്ഷേ 4 വയറ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് 2 എണ്ണം സ്പിൻ മോട്ടറിനും 2 എണ്ണം വാഷ് മോട്ടറിനും ആണ്. ഇപ്പോൾ സ്പിൻ മോട്ടറിനുള്ളത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്പിൻ മോട്ടറിൻ്റെ വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന 3 വയർ നോക്കുക. ഇപ്പോൾ ഗ്രീന്, യെല്ലോ, റെഡ് അല്ലേ, ഈ 3 വയറാണ് നമ്മുടെ സ്പിൻ മോട്ടറിൻ്റെ വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന 3 വയർ. അപ്പോൾ ഈ കപ്പാസിറ്റർ 4 വയർ നോക്കിയിട്ട് ഏതാണ് സ്പിൻ മോട്ടറിന് കണക്ട് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഗ്രീനും യെല്ലോയും ഈ 2 വയറാണ് സ്പിൻ മോട്ടറിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 2 ആയിരിക്കും 5 മൈക്രോ ഫാരഡിൻ്റെ 2 വയർ. ഇപ്പോൾ 5 മൈക്രോ ഫാരഡ് വരുന്ന കപ്പാസിറ്റൻസ് വരുന്ന 2 വയർ ഇതായിരിക്കും നേരെ നമ്മുടെ ഈ സ്പിൻ മോട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സ്പിൻ മോട്ടർ പോലെ തന്നെ വാഷ് മോട്ടറിൽ നിന്നും 3 വൈൻഡിങ്ങിൽ നിന്നും 3 വയർ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, പർപ്പിള്, ബ്ലൂ, ഗ്രേ എന്ന് പറഞ്ഞിട്ട് 3 വയർ. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ നോക്കിയാൽ ഈ പർപ്പിളും ബ്ലൂവും കണ്ടു. പർപ്പിളും ബ്ലൂ ആണ് അടുത്ത 2 വയർ. അപ്പോൾ ഈ 2 വയറാണ് നമ്മുടെ ഇത് വാഷ് മോട്ടറിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്പിൻ മോട്ടറിലോട്ട് യെല്ലോയും ഗ്രീനും കണക്ട് ചെയ്യും. ഈ 2 വയർ ബ്ലൂവും പർപ്പിളും നമ്മൾ വാഷ് മോട്ടറിലോട്ട് കണക്ട് ചെയ്യുക ചെയ്യണം. ഓക്കെ, ഇനി വാഷ് ടൈമറിലോട്ട് വരികയാണെങ്കിൽ വാഷ് ടൈമറിൻ്റെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 4 വയർ പിൻ ടൈമറിലോട്ടുള്ള വയറാണ്. ഇത് നമ്മുടെ വാഷ് മോട്ടറിലോട്ട് പോകുന്ന 4 വയർ.
വാഷ് മോട്ടറിൽ നിന്നും വാഷ് ടൈമറിലോട്ട് പോകുന്ന 4 വയറാണിത്. ഇനി ഇതെങ്ങനെയാണ് കണക്ഷൻ, 4 വയർ എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ 2 ലിഡ് സ്വിച്ചിൻ്റെ വയറാണ്. ഈ ബ്ലാക്കും ബ്ലൂവും ലിഡ് സ്വിച്ചിൻ്റെ വയറും, ഇത് രണ്ടും സ്പിൻ ടൈമറിലോട്ട് പോകുന്ന വയറും സ്പിൻ ടൈമറിൽ നിന്ന് വരുന്ന വയറും. അതിന് നമ്മൾ സെപ്പറേറ്റ് ഇൻസില കണ്ടോ, ഈ 2 വയർ, ഇത് നമ്മുടെ ന്യൂട്രലിൽ നിന്നും ലിഡ് സ്വിച്ചിലോട്ട് പോകുന്ന വയർ, ലിഡ് സ്വിച്ചിൽ നിന്നും തിരിച്ച് സ്പിൻ ടൈമറിലോട്ട് പോകുന്നൊരു വയർ, പിന്നെ സ്പിൻ ടൈമറിൽ നിന്ന് തിരിച്ച് വരുന്നൊരു വയർ, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ 4 വയറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ 4 വയറാട്ടോ അത്. പിന്നെ ഇത് പറഞ്ഞാൽ വാഷ് ടൈമറാണ്. വാഷ് ടൈമറിൻ്റെ ഈ യെല്ലോ പറയുന്നത് സപ്ലൈ, നമ്മൾ ഫേസ് വയറാണ്. ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രൽ വയറാണ്. ഈ ബ്ലൂവും പർപ്പിൾ എന്ന് പറയുന്നത് ഒന്ന് സ്പിൻ ടൈം, ഒന്ന് നമ്മുടെ റണ്ണിങ് വൈൻഡിങ്ങും ഒന്ന് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും. പിന്നെ നമ്മുടെ ഈ ഫേസ് വയർ റണ്ണിങ് വൈൻഡിങ്ങുമായിട്ടാണ് കണക്ഷൻ വരുന്നത് വെച്ചെങ്കിൽ നമ്മുടെ മോട്ടർ ഫോർവേഡും, ഈ ഫേസ് വയർ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങുമായിട്ടാണ് കണക്ഷൻ വരുന്നതെങ്കിൽ അത് റിവേഴ്സും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് വാഷ് ടൈമർ 4 വയർ ഞാൻ പറഞ്ഞില്ലേ, അത് ഇത് ഒന്ന് ഫേസ് വയർ, ഒന്ന് ന്യൂട്രൽ വയർ, പിന്നെ ഈ 2 വയറുമാണ്. ഒന്ന് സ്പിൻ ടൈമർ, അത് നമ്മുടെ റണ്ണിങ് വൈൻഡിങ്ങിൽ നിന്ന്, ഒന്ന് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ നിന്നുള്ള 2 വയർ. ഈ 4 വയറായിരുന്നു നമ്മളവിടെ കണ്ടത്. ഓക്കെ, പിന്നെ ഈ ബസറിൻ്റെ പാട്ട് കാണണമെങ്കിൽ ടൈമറിൻ്റെ ആ സെക്ഷൻ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ ഒരുപാട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ഉണ്ട് അതുപോലത്തെ. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.